മെയ്വസ് ഓരോരോ കഷ്ണങ്ങളായിക്കൊണ്ട് ഈ വ്യക്തിയെ നുറുക്കി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അയാളുടെ ശരീരത്തിൽ നിന്ന് ഏകദേശം 20 കിലോളം ഇറച്ചി അയാൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് അതൊരു തമാശയല്ല, അതൊരു കളിയല്ല, ഒരു ലക്ഷ്യമില്ലാതെ തനിയെ പൊട്ടിമുളച്ചുണ്ടായിട്ടുള്ള ഒന്നല്ല. ഇതിന് കൃത്യമായിട്ട് ലക്ഷ്യമുണ്ട്, കാരണമുണ്ട്. ഇതൊരു പരീക്ഷണത്തിന്റെ ലോകമാണ്. സാധാരണ നമ്മൾ പരീക്ഷണത്തിന്റെ ലോകമാണ് ഭൂമിയിലെ ജീവിതം എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനെ കളിയാക്കിക്കൊണ്ടും ട്രോളിക്കൊണ്ടൊക്കെ ഒരുപാട് ആളുകളൊക്കെ വരാറുണ്ട്. അത് സ്വാഭാവികതയാണ്. കാരണം സ്വാഭാവികമായിട്ടും അത് മനസ്സിലാവാത്ത ആൾക്കാരും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം. എന്തായാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്നത് ഉറപ്പുള്ള വിശ്വാസമാണ്. 100% ഉറപ്പുള്ള വിശ്വാസമാണത്. നമ്മുടെ ഭൂമിയിലുള്ള ജീവിതം എന്ന് പറയുന്നത് അത് വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമുള്ള വളരെ ചെറിയൊരു ജീവിതമാണ്. നമുക്കത് കൃത്യം മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ പ്രപഞ്ചത്തിലുള്ള മറ്റ് പലതിൻ്റെയും ലൈഫ് എടുത്ത് നോക്കുന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ജീവിതമാണ്. മനുഷ്യന്റെ മരണശേഷം മനുഷ്യന് മറ്റൊരു ജീവിതം കൂടിയുണ്ട്, പരലോക ജീവിതം. ആ ഒരു ജീവിതത്തിൽ വിചാരണ വേളയിൽ മനുഷ്യൻ ഭൂമിയിൽ ചെയ്തിട്ടുള്ള, ഓരോ മനുഷ്യനും ഭൂമിയിൽ ചെയ്തിട്ടുള്ള, അവൻ രഹസ്യമായി ചെയ്ത കാര്യങ്ങളും പരസ്യമായി ചെയ്ത കാര്യങ്ങളും എല്ലാം അടങ്ങിയ രേഖ അവന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. കൃത്യമായിട്ട് ഓരോ കാര്യത്തിനെ കുറിച്ചും അവനോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള, ഇതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രപഞ്ചത്തിന് ഒരു ഡിസൈനർ ഉണ്ട്, ഒരു ക്രിയേറ്റർ ഉണ്ട്. ആ ക്രിയേറ്ററിന്റെ നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മളുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ കൊണ്ടുപോകുന്നത് മാത്രമാണ് ശരിയായ ജീവിതം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ഭൂമിയിൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഈ പ്രവൃത്തി ശരിയാണോ തെറ്റാണോ, അതായത് ദൈവിക നിയമങ്ങൾക്ക് എതിരായാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതോ ദൈവിക നിയമത്തിന് അനുസൃതമായി കൊണ്ട് തന്നെയാണോ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ അവനെ കൊണ്ട് സാധിക്കും. സ്വാഭാവികമായിട്ടും നമുക്കൊരു കാര്യം തെറ്റാണോ ശരിയാണോ എന്നുള്ളത് പറയാനും സാധിക്കും. നേരെ മറിച്ച് ദൈവവിശ്വാസികളല്ലാത്ത ആളുകൾ, അതായത് അവർ പറയാറുള്ളത് ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, പരലോക ജീവിതത്തിൽ വിശ്വസിക്കുന്നില്ല, അതേപോലെ തന്നെ ഭൂമിയിൽ ജീവിതം എന്ന് പറയുന്നത് അത് ഒരു പരീക്ഷണമാണെന്ന് വിശ്വസിക്കുന്നില്ല, ഇതിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നാളെ ചോദ്യം ചെയ്യപ്പെടുന്നു വിശ്വസിക്കുന്നില്ല. ഈ വിശ്വാസങ്ങളൊന്നും അവർക്കില്ല. പുരോഗമനവാദികളാണെന്ന് പറഞ്ഞു നടക്കുന്ന, നവ ലിബറൽ ആശയം കൊണ്ട് നടക്കുന്ന അത്തരം ആളുകൾ. ഇത്തരം ആളുകളോട് നമ്മൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ ചെയ്യുന്നൊരു പ്രവൃത്തി അത് തെറ്റാണ് ശരിയാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു വിശ്വാസം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യം തെറ്റാണ് ശരിയാണെന്ന് മനസ്സിലാക്കുന്നത്? നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഒരുപാട് കണ്ടിട്ടുണ്ടോ? നമ്മളുടെ ഓൺലൈൻ പ്രോഗ്രാമിൽ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഒരുപാട് ആളുകൾ വന്ന് സംസാരിച്ച വിഷയമാണത്. വന്ന ഒരാൾക്ക് പോലും കൃത്യമായിട്ട് ഒരു കാര്യം എന്തുകൊണ്ട് തെറ്റാണ്, ഒരു കാര്യം എന്തുകൊണ്ട് ശരിയാണെന്ന് പറയാൻ സാധിച്ചിട്ടില്ല. ഒരു എക്സാമ്പിൾ ആയിട്ട്, ഒരു ഉദാഹരണമായിട്ട്, സാധാരണ ഇത്തരം ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഹോമോസെക്ഷുവാലിറ്റി തെറ്റാണെന്ന് പറയുന്നത്? അപ്പം നമ്മൾ പറയും ഹോമോസെക്ഷുവാലിറ്റി തെറ്റാണെന്ന് പറയാനുള്ള കാരണം ദൈവിക നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു പല പഠനങ്ങളും നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട്. ആ ഒരു പ്രവൃത്തി അത് അവർ വേണമെങ്കിൽ ചെയ്തോട്ടെ, അത് അവരുടെ ഇഷ്ടമല്ലേ? അങ്ങനെയുള്ള ഗേ കപ്പിൾസ്, ലെസ്ബിയൻ കപ്പിൾസൊക്കെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടേണ്ട ആളുകളാണ്, അത് സമൂഹത്തിൽ പ്രാവർത്തികമാക്കപ്പെടേണ്ട കാര്യമാണ് അവർ പറയാറുണ്ട്. അപ്പൊ അതിനവർ ന്യായമായി കൊണ്ടുവരാറുള്ളത് എന്താണ്? രണ്ടുപേരുടെ കൺസെന്റ് ആണ് പ്രധാനപ്പെട്ട കാര്യം. കൺസെന്റ് ആണ്, രണ്ടുപേരും തമ്മിൽ താല്പര്യമുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ എന്ന് പറയും. ഇതേപോലെ തന്നെ കേരളത്തിലെ നാസ്തികരായിട്ടുള്ള ആളുകളുടെ സംഘടനയിൽ വെച്ചുകൊണ്ടാണ് ഇവർ സ്വന്തം മാതാവുമായിട്ടും സ്വന്തം സഹോദരിയുമായിട്ടും ഒക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ. രണ്ടുപേർക്കും താല്പര്യമാണെങ്കിൽ, രണ്ടുപേർക്കും കൺസെന്റ് ഉണ്ടെങ്കിൽ, അത് മാതാവായാലും ശരി പിതാവായാലും ശരി, അത് അവിടെ പ്രവർത്തിക്കാവുന്നതാണ്. അവിടെ ഒരു അതിർവരമ്പിന്റെ ആവശ്യമില്ല. ഇഫ് ദേ വാണ്ട് ലെറ്റ് ദം ഡു എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? കേരളത്തിൽ അറിയപ്പെടുന്ന നാസ്തിക സംഘടനയിൽപ്പെട്ട അവർ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്ത കാര്യം, പറഞ്ഞ കാര്യമാണത്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, മൈ ബോഡി മൈ ചോയ്സ്. അതായത് എൻ്റെ ബോഡി എന്ത് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ, വേശ്യ പ്രവർത്തനം ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് സംസാരിക്കുന്ന സമയത്തൊക്കെ അവർ പറയുന്നതാണിത്. എൻ്റെ ബോഡി എന്ത് ചെയ്യണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. ഈ വസ്ത്രധാരണ വിഷയത്തിലൊക്കെ ഏത് വസ്ത്രം ധരിക്കണം, എൻ്റെ ശരീരത്തിന്റെ ഏത് ഭാഗം പ്രദർശിപ്പിക്കണം എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. മൈ ലോസ്, എൻ്റെ നിയമങ്ങളാണ്. അവിടെ പ്രത്യേകമായിട്ടൊരു ദൈവിക നിയമത്തിന്റെ ആവശ്യമില്ല. അതെല്ലാം ഒരു പഴയകാല വിശ്വാസം മാത്രമാണ്. നമ്മളെല്ലാം പുരോഗമിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇവരീ പറയുന്ന ഈ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, ഈ രണ്ട് കാരണങ്ങളുടെ അബദ്ധം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും
അതേപോലെ തന്നെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊറാലിറ്റി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ പറയാറുള്ള ചില എക്സാമ്പിൾസ് ഉണ്ട്. ഒരു ഉദാഹരണമാണ് നെക്രോഫീലിയ, അതായത് ശവരതി. മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ലൈംഗിക ബന്ധം. സ്വാഭാവികമായിട്ടും ഇവർ ചോദിക്കും, അവിടെ എവിടെയാണ് കൺസെന്റ്? മരിച്ചു കിടന്ന ആൾക്ക് എങ്ങനെ കൺസെന്റ് തരാൻ പറ്റും? അതായത് മരിക്കുന്നതിന് മുമ്പ് ഒരാൾ കൺസെന്റ് കൊടുക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരം വേറൊരാൾക്ക് അയാൾ ഇഷ്ടപ്പെടുന്ന ആളോ ആരോ ആയിക്കോട്ടെ അവരുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൺസെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ അയാളുടെ ബോഡിയാണത്, അയാളുടെ ബോഡി അയാളാണ് തീരുമാനിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ കാര്യം, ഈ ഒരു പ്രവൃത്തി അത് തെറ്റല്ല എന്ന് നിങ്ങൾ പറയുമോ എന്ന് ചോദിക്കാറുണ്ട്. സാധാരണ ഇതിന് ഉത്തരം പറയാറുള്ള ആൾക്കാരൊക്കെ അങ്ങനെ സംഭവിക്കാറില്ല, അങ്ങനെ എവിടെയും സംഭവിക്കാറില്ല, ഭൂമിയിൽ അങ്ങനെ ആരും ചെയ്യാറില്ല, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന എന്തോ വിചിത്രമായിട്ടുള്ള ചോദ്യങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കാറുള്ളത്. ഓക്കെ, ആയിക്കോട്ടെ, ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ചോദ്യമാണ് അല്ലേ, ആയിക്കോട്ടെ, സമ്മതിച്ച്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാം. ഒരു വ്യക്തി അയാൾ സ്വന്തം ശരീരം മരണശേഷം മനുഷ്യർക്ക് കഴിക്കാൻ കൊടുക്കണമെന്ന് അയാൾ കൺസെന്റ് കൊടുത്തുള്ള അവസ്ഥ എന്താ? ഇത് ജർമ്മനിയിൽ നടന്നിട്ടുള്ളൊരു സംഭവമാണ്. 2001 ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ആയിട്ടുള്ള അർമിൻ മെയ്വസ് എന്ന് പറയുന്ന വ്യക്തി അയാളൊരു പരസ്യം കൊടുക്കുകയാണ്. ആ പരസ്യം ഇങ്ങനെയായിരുന്നു: ഞാനൊരു വ്യക്തിയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം കൺസെന്റോട് കൂടിയിട്ട് കൊല്ലപ്പെടാനും അല്ലെങ്കിൽ അറുക്കപ്പെടാനും പിന്നെ ഭക്ഷിക്കപ്പെടാനും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു തയ്യാറായ വ്യക്തിയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അർമിൻ മെയ്വസ് ഈ ഒരു പരസ്യം കൊടുത്ത ശേഷം ബെർലിനിൽ നിന്നുള്ള ഒരു വ്യക്തി, ഒരു എഞ്ചിനീയർ ഇയാളെ കോണ്ടാക്ട് ചെയ്തു. അയാളുടെ പേര് ബെർണഡ് ജർഗൻ ബ്രാൻഡസ് എന്നായിരുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് താല്പര്യമാണ് കൊല്ലപ്പെടാൻ വേണ്ടിയിട്ട്, അയാൾ കൺസെന്റ് ഉണ്ട്. രണ്ടാളുകളും മെയ്വസിന്റെ ഫാം ഹൗസിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്. ഇവിടുന്ന് അങ്ങോട്ട് നടക്കുന്ന സകല കാര്യങ്ങളും മെയ്വസ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ കൊന്നോളൂ, എന്നെ ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ബെർണഡ്സ് എന്ന് പറഞ്ഞ വ്യക്തി, ആ വ്യക്തിക്ക് ആദ്യമായിട്ട് മെയ്വസ് കൊടുക്കുന്നത് ചില മയക്കുമരുന്നുകളും മയക്ക് ഗുളികകളും അതേപോലെ തന്നെ ആൽക്കഹോളുമാണ്. പിന്നീട് ഇവർ രണ്ടുപേരും തന്നെ ആദ്യമായിട്ട് മുറിച്ചെടുത്തത് ബെർണഡ്സിന്റെ ജനനേന്ദ്രിയമായിരുന്നു. രണ്ടുപേരും ജനനേന്ദ്രിയം കഴിക്കാൻ ശ്രമിക്കുന്നതായിട്ടെല്ലാം ഇത് അന്വേഷിച്ചിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുശേഷം മെയ്വസ് ഓരോരോ കഷ്ണങ്ങളായിക്കൊണ്ട് ഈ വ്യക്തിയെ നുറുക്കി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്, അതും കൺസെന്റോട് കൂടിയിട്ട്. അയാളുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. അയാളുടെ ശരീരത്തിൽ നിന്ന് ഏകദേശം 20 കിലോളം ഇറച്ചി അയാൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഇയാൾ പരസ്യം കൊടുക്കുകയാണ്. രണ്ടാമത്തെ പരസ്യത്തിലാണ് അയാൾ പിടിക്കപ്പെടുന്നത്. ഇത് കോടതിയിലേക്ക് എത്തിയ സമയത്ത് ഇവിടെ വന്ന പ്രധാനപ്പെട്ട പ്രശ്നം, മെയ്വസ് കൊന്നിട്ടുള്ള വ്യക്തി അയാൾ തന്റെ ഇഷ്ടപ്രകാരമാണ് വന്നതെന്നുള്ളതാണ്. ആ വീഡിയോ കണ്ടിട്ടുള്ള ജഡ്ജി അടക്കമുള്ള അന്നത്തെ ആളുകൾ മുഴുവൻ ഞെട്ടിപ്പോയി. കാരണം ഒരാളുടെ കൺസെന്റോട് കൂടി മറ്റുള്ള കുന്നുകളയാം, എന്നിട്ട് അത് ഷൂട്ട് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു, അയാളത് ഭക്ഷണമാക്കിക്കൊണ്ട് കഴിക്കുന്നു. മെയ്വസിന്റെ വക്കീല് പറഞ്ഞ കാര്യം അത് തന്നെയായിരുന്നു, ഇതൊരു കൺസെന്റോട് കൂടി നടത്തിയ പ്രവൃത്തിയാണ്, ഒരു ആത്മഹത്യയായിട്ട് കൺസിഡർ ചെയ്താൽ മതി, അല്ലാതെ ഇതിനൊരു കൊലപാതകമായിട്ടൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പുരോഗമന ലോകത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആത്മഹത്യ എന്നുള്ളത് ഒരാളുടെ ജീവൻ അയാൾക്ക് ഇഷ്ടമുള്ള പോലെ കളയാം, അല്ലെ? ഈ ഒരു കേസ് അന്വേഷിച്ചിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു കാര്യം, ഇയാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇയാൾക്കത് ഭയങ്കര ഇഷ്ടമാണ് ഈ കഥ പറഞ്ഞു കൊടുക്കാനായിട്ട്. അയാൾ ആ ഓരോ ഭാഗങ്ങൾ കഴിച്ച കാര്യങ്ങളും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വളരെ താല്പര്യത്തോടു കൂടിയായിരുന്നു ആൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ കഴിച്ചിട്ടുള്ള ആ മനുഷ്യന്റെ ഇറച്ചിക്ക് എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നുള്ളത്. അത് ഇയാൾ തന്നെ പറയുന്നുണ്ട്, ഒരു പന്നി ഇറച്ചിയുടെ ടേസ്റ്റാണ് ഞാൻ കഴിച്ച മനുഷ്യന്റെ ഇറച്ചിക്ക് എന്നുള്ളതാണ്. 8 വർഷത്തോളം ഇയാൾ ജയിലിലിടുന്നുണ്ട്. അതിനുശേഷം കോടതി ഇയാൾ അവസാനം 2006 ജീവിതകാലം മുഴുവൻ ജീവപര്യന്തമായി കൊണ്ട് തന്നെ മരണം വരെ ജയിലിലിടുന്ന രീതിയിലുള്ള ഒരു ഉത്തരവാണ് ഏറ്റവും അവസാനമായിട്ട് ഇറക്കിയിട്ടുള്ളത്. ഈ ഒരു നടന്ന സംഭവം നമ്മൾ പറയാനുള്ള കാരണം എന്താണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട, നമ്മൾ പറയുന്ന പല ഉദാഹരണങ്ങളും ചുമ്മാ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഉദാഹരണമല്ല, അത് ഭൂമിയിലെ പല ഭാഗങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ എണ്ണം കുറവായിക്കോട്ടെ, എണ്ണം കൂടിയതായിക്കോട്ടെ, ആ കാര്യങ്ങൾ തെറ്റാന്ന് കൃത്യമായിട്ട് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡത്തിന്റെ ആവശ്യമുണ്ട്. ഇവിടെ 2 പേർക്കും കൺസെന്റ് ഉണ്ട്, 2 പേരുടെ സമ്മതത്തോടുകൂടി നടന്ന പ്രവൃത്തിയാണത്. അതേപോലെ തന്നെ ഒരാളുടെ താല്പര്യമാണ് അയാളുടെ ബോഡി എന്ത് ചെയ്യണമെന്നുള്ളത്, ഒരാളുടെ താല്പര്യമാണ് അയാൾ എന്ത് കഴിക്കണമെന്നുള്ളത്, ഒരാളുടെ താല്പര്യമാണ് ഞാൻ എൻ്റെ ജീവിതം എപ്പോൾ അവസാനിപ്പിക്കണമെന്നുള്ളത്. ഇതെല്ലാം ഓരോരുത്തരുടെ താല്പര്യത്തിനും
ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം തെറ്റാന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒബ്ജക്റ്റീവായിട്ടുള്ള പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച തമ്പുരാന്റെ നിയമങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണ് കൃത്യമായിട്ടുള്ള വഴി. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.